പേടിക്കണ്ട അടിപൊളിയല്ലേ? സന്തോഷം. നിങ്ങളല്ലേ പറഞ്ഞത്, ഞാനാണോ പറഞ്ഞത്? എല്ലാരും കണ്ടിട്ട് ബാക്കി റെസ്പോൺസ് അറിയാം. എടാ അത് എക്സ്പീരിയൻസ് ഒരിക്കലും അത് ഷെയർ ചെയ്യാൻ പറ്റാത്ത എക്സ്പീരിയൻസ്. എടാ കണ്ടില്ലേ? കാട് എന്താ പറയാ, വൻ പൊളിയായിട്ട് നിൽക്കണേ, ഹാപ്പി ആയിട്ട് നിൽക്കണേ. ആരാ? എടാ നിന്റെ മുഖം കാണിച്ചാൽ നാളെ ചോദിക്കാനായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പടത്തിന്റെ രീതിയല്ലേ? പൊളിയല്ലേ? മമ്മൂക്ക ചീത്ത പൊളിയല്ലേ വിളിച്ചേക്കണത്? ഒരു സീനാണ്. കമോൺ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. കരിയറിൽ തന്നെ ഒരു ബ്രേക്ക് ഉണ്ടാവുന്ന തരത്തിലാണ് സിനിമ എന്നൊക്കെ പറയുന്നു. ആ തരത്തിലാണ് നിങ്ങൾ രണ്ടുപേരും, സിദ്ധാർത്ഥും നിങ്ങൾ രണ്ടുപേരും അഭിനയത്തെ കുറിച്ച് പറയുന്നത്. എന്താണ് തോന്നുന്നത്? സിനിമ നിങ്ങൾ കണ്ടിട്ടല്ലേ സ്ക്രീനിൽ മൊത്തത്തിൽ ആളുകളെങ്ങനെയാണ് പറയുന്നത്? ആ തരത്തിൽ മമ്മൂട്ടിക്കൊപ്പം ബ്രേക്ക് ആയാൽ സന്തോഷം. കാരണം കുറച്ചധികം പണിയുണ്ട്. അങ്ങനെ പണീനെ പറ്റി പറയാൻ പാടില്ലല്ലോ നമ്മൾ, പണിയാണ്. പക്ഷെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്താൽ അത്രയും സന്തോഷമായി. അത്ര തന്നെ. ബാക്കി എല്ലാവരും കണ്ടവരെടുത്ത് ഒരു കരിയർ ബ്രേക്ക് ഉണ്ടാവും മകനെന്ന് പറയുന്നു. ആ തരത്തിൽ ഒരു കരിയർ ബ്രേക്ക് മകനുണ്ടാവുന്ന തരത്തിലാണ് ആക്ടിംഗ് എന്നാണ് ഇറങ്ങി വന്നവരൊക്കെ പറഞ്ഞത്. ആ തരത്തിലാണ് കണ്ടപ്പോൾ തോന്നി. തീർച്ചയായിട്ടും ആണോ? മമ്മൂട്ടിക്കൊപ്പം നിന്നു എന്നൊക്കെ പറയുന്നു. പിടിച്ച് കട്ടക്ക് മത്സരം നമുക്കൊപ്പം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ നന്നായി ചെയ്തു എല്ലാവരും. 3-4 ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ഇത്രയും ഗംഭീരമായിട്ടൊരു പടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അമേസിങ്, ഭയങ്കര സംഭവം. ഓ അസാധ്യം, എന്താണ് എടുത്ത് പറയേണ്ടതെന്നില്ല. എല്ലാം ഗംഭീരമായിട്ട് ചേർന്നിട്ടുണ്ട്. മോനൊരു ആശംസ പറയാനുണ്ടോ ഈ സമയത്ത്? എന്തോ മകനോടൊരു എന്ത് പറഞ്ഞു? നല്ലൊരു വേഷം ഗംഭീരമായിട്ട് ചെയ്തതിൽ നന്നായിട്ട് ചെയ്തു. അത് മാത്രമല്ല എല്ലാവരും നന്നായിട്ട് ചെയ്തു. മോൻ അങ്ങനത്തെ ഒരു വേഷം ചെയ്തു എന്നാണ് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. നന്നായി ചെയ്തു. അർജുൻ മലയാള സിനിമയുടെ ചരിത്രത്തിലൂടെ ഒരു ഭാഗമാണ് പ്രമേയത്തിലൂടെ. അതിഗംഭീര പെർഫോമൻസ്. നമുക്കോടൊപ്പം തന്നെ ശരീരഭാഷ അതുപോലെ പിടിച്ച് ഗംഭീര എന്തോ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നന്നായിട്ട് ചെയ്തു. കൊടുത്ത വേഷം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ഷനൊക്കെ പൊളിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റിംഗ്, ഡയലോഗ്സ്, പിന്നെ ആർട്ട് ഭയങ്കര. 3-4-5 ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് 4 ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രം പോലത്തെ ചിത്രം ഉണ്ടാക്കാൻ, പിന്നെ ഇങ്ങനൊരു സബ്ജക്റ്റ് നമുക്കൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഉണ്ടായത്. സമ്മതിക്കണം നമുക്കെന്നെ. അയ്യോ പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വേഷം നമുക്കിപ്പോൾ ഭയങ്കര വെറൈറ്റി അല്ലേ ചെയ്യുന്നത്. മീൻ കാതൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വേഷം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന മനസ്സിനെ സമ്മതിക്കണം. അതാണ് ആർട്ടിസ്റ്റ്. എല്ലാവർക്കും അതിനൊപ്പം എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുകയല്ലേ. ഓക്കെ. ഇതിൻ്റെ ഷൂട്ട് തുടങ്ങിയപ്പോൾ തൊട്ടേ ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ആ എക്സൈറ്റ്മെൻറ്റിലൂടെ തന്നെയാണ് നമ്മൾ മൂവി കാണാനും വന്നത്. ആ ഒരു ലെവല് ശരിക്കും പറഞ്ഞാൽ അത് എത്തിച്ചു. താങ്ക് യു.